നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. നല്ല കർമ്മം ചെയ്യുമ്പോഴാണ് ജനനത്തിനും മരണത്തിനും മധ്യത്തിലുള്ള ജീവിതമെന്ന ഇടവേളയ്ക്ക് പ്രസക്തിയും പ്രാധാന്യവും കൈവരുന്നത്. പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരശക്തി നമ്മെ പല നല്ല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. അവയൊക്കെ നല്ല വിധത്തിൽ പഠിച്ചിരുന്നുവെങ്കിൽ നാം ഇന്നു നേരിടുന്ന പല സങ്കീർണ പ്രശ്നങ്ങളും ഒഴിവാക്കാമായിരുന്നു. മനുഷ്യനുമായി സഹകരിച്ചു നീങ്ങണം. പ്രകൃതിയുമായി സൗഹൃദം സ്ഥാപിക്കണം. ഈശ്വരശക്തിയുമായി സഹവാസം പുലർത്തണം. ഈ 3 കാര്യങ്ങളും കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അത് ബാധിക്കും. മനുഷ്യരോട് എന്ന പോലെ പ്രകൃതിയുമായി സന്ധി സംഭാഷണവും ധാരണയും ഒന്നും സാധ്യമല്ല. അവിടെ അഹന്ത വെടിഞ്ഞ് തല താഴ്ത്തി എളിമയോടു കൂടിയുള്ള സൗഹൃദവും ആരാധനാ മനോഭാവവും മാത്രമേ ഫലവത്താകുകയുള്ളൂ. പ്രകൃതി ക്ഷമയുടെ പര്യായമാണ്. കാലങ്ങളായി മനുഷ്യൻ പ്രകൃതി മാതാവിനെ ദ്രോഹിക്കുകയാണ്. പ്രകൃതിയാകുന്ന അമ്മയാകട്ടെ മക്കളോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി വീണ്ടും വീണ്ടും കാരുണ്യവും പ്രേമവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനിയും അങ്ങനെ തുടരുമെന്ന് കരുതാനാകില്ല. കാരണം പ്രകൃതിയുടെ ക്ഷമയും കാരുണ്യവും മനുഷ്യൻ ദുർബലതയും പരിമിതികളുമായി കാണുകയാണ്. പ്രകൃതി മഹാശക്തിയാണെന്നും രക്ഷിക്കാൻ കഴിവുള്ളതുപോലെ ശിക്ഷിക്കാനും കഴിവുണ്ടെന്നുമുള്ള സത്യം നമ്മൾ മറക്കുന്നു. പ്രകൃതിയുടെ മുമ്പിൽ വിനയപൂർവ്വം തലകുനിക്കാൻ ശീലിക്കുക. പ്രകൃതിയെ ആദരവോടെയും സ്നേഹത്തോടെയും പരിഗണിക്കുക. അതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. വൈവിധ്യങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ സൗഹൃദവും സഹവർത്തിത്വവും ജനിക്കുന്നത്. ഈ ഭൂമിയും പ്രകൃതിയും ഇവിടുത്തെ വിഭവങ്ങളും മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ഒരുപോലെ അനുഭവിക്കാൻ അവകാശപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ശരിയായ സഹവർത്തിത്വം ഉണ്ടാകുന്നത്. ദുർബലമാണ്, ചൂഷണം ചെയ്യാം, നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നമ്മൾ അതിക്രമിച്ചു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വ്യക്തിയായാലും വിഭാഗമായാലും രാജ്യമായാലും അവരവരുടെ ധർമ്മം അനുഷ്ഠിച്ചു ജീവിച്ചാൽ, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിച്ചാൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളിൽ 90% പ്രശ്നങ്ങളും അപ്രത്യക്ഷമാകും. സൃഷ്ടിയുടെ സൗന്ദര്യം നാനാത്വത്തിലാണ്. സനാതനധർമ്മം എന്നും നാനാത്വത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഋഷീശ്വരന്മാർ നാനാത്വത്തിൽ വൈരുദ്ധ്യം കണ്ടിട്ടില്ല, അതിനെ നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. നാനാത്വത്തിൽ ഏകത്വമെന്ന കാഴ്ചപ്പാടിൽ വിദ്വേഷമില്ല, പകയില്ല, ദുഃഖമില്ല, ക്രോധമില്ല. എല്ലാവരിലും എല്ലാറ്റിലും നന്മ മാത്രം ദർശിക്കുന്നു. ഈശ്വരന്റെ നിയമം ലംഘിക്കാൻ ആരാലും സാധ്യമല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് പ്രകൃതി നിയമമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തളരരുത്. നമ്മളെ ആന്തരികമായി കരുത്താക്കാൻ വേണ്ടിയാണെന്ന് ചിന്തിച്ച് ഈശ്വരനെ ഒന്നുകൂടി മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. ജീവിതയാത്രയിൽ ഒരു അദൃശ്യനായ സന്തത സഹചാരിയായ കൂട്ടുകാരൻ നമ്മോടൊപ്പമുണ്ട്, ഈശ്വരൻ. ആ സുഹൃത്തിൽ വിശ്വസിച്ചാൽ ഭയത്തിന് നാശമില്ല. നമ്മൾ പരാശയത്തിൽ കത്തേണ്ട മെഴുകുതിരിയല്ല, സ്വയം ജ്വലിക്കേണ്ട സൂര്യനാണ്. അനന്തശക്തിക്ക് ഉടമയായ മനുഷ്യൻ ആ മഹത്തായ ജന്മം അല്പസുഖത്തിനു വേണ്ടി പാഴാക്കുകയാണ്. നമ്മുടെ പ്രവൃത്തിയും ചിന്തയും തമ്മിൽ ഒരു വിടവ് വേണം. ഒരു നിമിഷത്തെ തെറ്റായ വാക്കോ പ്രവൃത്തിയോ മതി നമുക്കും ലോകത്തിനും നാശം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് എന്തു പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഹരി ഓം നമഃ ശിവായ.